അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കാതെ എങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും? ഇപ്പോഴും ഞങ്ങൾക്കെതിരായിട്ടല്ലേ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ വെഞ്ചൻസ് കാട്ടിയിട്ടില്ലല്ലോ. അത് തന്നെ ഞങ്ങളുടെ തൊഴിലാളി വർഗ ബോധമാണ്. കൾച്ചേർഡ് ആയിട്ടുള്ള, റിഫൈൻഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത്. അതായത് അൻവർ പറയുന്ന രീതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണോ പ്രകോപനം? അല്ല, അങ്ങനെ അൻവർ പറയുന്ന കാര്യത്തിൽ അന്വേഷിച്ചിട്ട് കേസെടുക്കും. അന്വേഷിക്കാതെ സുവമോട്ടോ കേസെടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്ത കേസൊക്കെ തള്ളിയിട്ടുണ്ടെന്ന് അതല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ അന്വേഷിക്കാതെ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ഉടനെ തന്നെ രാജിവെക്കണം. അങ്ങനെ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമോ? നാളെ കേരളത്തിലെ ഏതൊരു IPS ഉദ്യോഗസ്ഥനും ഏതൊരു IAS കാരനും എതിരായിട്ട് ആരെങ്കിലും ഒരു കടലാസിന്റെ അകത്ത് ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കാതെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഗവൺമെന്റ് ആരാ നടത്തുക? ഗവൺമെന്റ് ആര് നടത്തും? ഞാനിപ്പോ അതെ, നിങ്ങൾ ബീറ്റിംഗ് ദി സെയിം ബുഷാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് അദ്ദേഹം ഉറച്ചു നിന്നത്. 4 കാര്യങ്ങളിൽ. ആ 4 കാര്യത്തെ സംബന്ധിച്ചും ഗവൺമെന്റ് ഇപ്പൊ അന്വേഷിക്കുകയാണ്. അതിൽ ഒരു നിഗമനം വന്നു. അത് ഈ ADGP അന്വേഷിച്ചതാ. നിങ്ങൾക്ക് മനസ്സിലായോ? ഏത്? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിന്റെ ഭാഗമായി DGPന്റെ ഒബ്സർവേഷൻ വന്നു. ഇദ്ദേഹത്തിന്റെ നിഗമനം പരിപൂർണമായും അംഗീകരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് എന്താ ചെയ്തെന്നറിയോ? ആഭ്യന്തര സെക്രട്ടറി വിശ്വാസിനിയോട് പരിശോധിക്കാൻ പറഞ്ഞു. വിശ്വാസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മോഡലിൽ ഗവൺമെന്റ് തുടർ നടപടികൾ എടുക്കും. അതിന് ആർക്കാണെന്ന് ഭയം? ആരെ പേടിക്കണോ? ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഗൂഢാലോചന? അത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാവും. ഇനിയുള്ള ദിവസങ്ങളിൽ അത് വ്യക്തമാവും. അൻവറിന്റെ ഗൂഢാലോചന അല്ല, ആര് ഗൂഢാലോചന നടത്തിയാലും ഇനിയുള്ള ദിവസങ്ങളിൽ അത് വ്യക്തമാവും. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, രക്തസാക്ഷികളുടെ ഒരു പാർട്ടിയാണ്. ഇത് വെറുതെ ഉണ്ടായ ഒരു പാർട്ടിയല്ല. ആയിരക്കണക്കിന് സഖാക്കളുടെ ഹൃദയരക്തം സംഭാവന ചെയ്ത് വളർത്തിയെടുത്ത ഒരു പാർട്ടിയാണിത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വ്യതിയാനം വന്നാൽ ശക്തമായിട്ടുള്ള നടപടി തന്നെ എടുത്ത പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ആരെയാണ് പേടിച്ചിട്ട് നിൽക്കുക, അമാന്തിക്കുക? ആ രക്തസാക്ഷികളോട് കൂറു പുലർത്തുന്ന, ആ രക്തസാക്ഷികളുടെ സേവനത്തെ ഓർക്കുന്ന ഒരു പാർട്ടിക്കും നിരക്കാൻ പറ്റാത്ത ഏതെങ്കിലും പ്രവൃത്തി പാർട്ടി സഖാക്കളിൽ നിന്ന് വന്നാലോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടായാലോ അതിനെ ഒരു രൂപത്തിലും പാർട്ടി അംഗീകരിക്കില്ല. അതാണ് തെളിയിച്ചത് കേരളത്തിലെ പാർട്ടി. അതുകൊണ്ടാണ് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ട് നിന്നുപോകുന്ന. അതാണ് ഓരോ ദിവസവും നിങ്ങളുടെ മുഖം കണ്ടാലും നിങ്ങളുടെ പത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ CPM-ലുണ്ടാവോ, LDF-ലുണ്ടാവോ? ഒറ്റൊന്നും ഉണ്ടാവില്ല. ഈ ഒരു അനുഭവമാണ് UDF-ന് വരുന്നതെന്ന് വിചാരിക്കുക. ഒരൊറ്റ സ്ഥലത്ത് UDF ഉണ്ടാവില്ല. ഇന്നലെ അൻവറിന്റെ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തിയത് മുൻ ലോക്കൽ സെക്രട്ടറിയാണ്, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ പരിപാടിക്ക് എത്തിയ പലരും തങ്ങൾ പാർട്ടി അനുഭാവികളാണ്. ആയിക്കോട്ടെ, അല്ല, അത് തിരിച്ചറിയും. പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചറിയും. ഇനിയുള്ള ദിവസങ്ങളിൽ തെറ്റിദ്ധരിച്ച് പോയിട്ടുള്ള ആൾക്കാർ അത് തിരിച്ചറിയും. അതിനെപ്പറ്റി നിങ്ങൾ വേറാണ്. നിങ്ങൾ ഈ മാന്തി പുണ്ണാക്കിയിട്ട് ഓരോരുത്തരെയും പിടിച്ചിട്ട് അങ്ങ് അൻവറിന്റെ കയ്യിലേക്ക് കൊടുക്കണം. എന്തിനാ നടപടി എടുക്കുന്നത്? CPM പോയിട്ടെന്ന് പറഞ്ഞേ ഏത് CPM-കാരൻ അതിന്റെ അകത്ത് പോയിട്ടുള്ളത്? നിങ്ങൾ പറയുന്നതല്ല. ഒരൊറ്റ CPM പ്രസംഗം കേൾക്കാൻ, ആരുടെ പ്രസംഗം കേൾക്കാനാണ് പോകാത്തത്? ഞാനുണ്ടെങ്കിൽ ഞാൻ പോയി കേൾക്കൂല പ്രസംഗം. മദനീന്റെ പ്രസംഗം ഞാൻ പോയി കേട്ടിട്ടുണ്ട്. അറിയങ്ങള് മദനീന്റെ പ്രസംഗം മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം നൽകിയിട്ടുള്ളൊരു സൂചന ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയുടെ വാദത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാ. അൻവർ എന്നുള്ള പേരിനോട് എന്താണ് അമർഷം? 5 നേരവും നിസ്കരിക്കുന്ന സ്വബയും ലോഹറും അസറും മഹരും വേഷാവും നിസ്കരിക്കുന്ന എന്നോട് എന്തിനാണ് വെറുപ്പ്? എന്തിനാണ് ഈ വിഷം കുത്തിവെക്കുന്നത്? എന്താണ് ഉദ്ദേശം? ഇത് കേരളത്തിലെ ജനതയ്ക്ക് അറിയില്ലെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഏത്? അല്ല, നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത്. അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 2 തലത്തിലുള്ള ഇമേജ് ഉണ്ടായിരുന്നു. ഒന്ന് സീറോ ടോളറൻസ് ഓൺ കറപ്ഷൻ, 2 കമ്മ്യൂണൽ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് സുഹൃത്തെ 2 കോടി രൂപ തലക്ക് പറഞ്ഞേ. വെറുതെ പറഞ്ഞല്ല, പിണ്ണാക്കിന്റെ വിലയല്ല. പറഞ്ഞ മനസ്സിലായ? 2 കോടി. ഇവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ മുമ്പിൽ ഒന്നും ചൂളിപ്പോകാത്ത
കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാലും നശിപ്പിക്കാൻ കഴിയില്ല, നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല. ഓക്കെ, താങ്ക് യു.